വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ നമ്മൾ പുതുവർഷത്തിൽ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഇന്ന് പാലപ്പത്തിനുള്ളത് മാവ് അരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടല്ല, വൈകുന്നേരത്ത് ഇന്ന് 4 മണി ചായക്ക് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പാലപ്പം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ മാവൊക്കെ അരച്ച് റെഡിയാക്കി വയ്ക്കുകയാണ്. രാത്രി കിടന്നപ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴേ ഉണ്ടാക്കി അരച്ച് വെച്ചാൽ നല്ല പൊങ്ങി മാവ് നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അരച്ചവിടെ വെച്ചു. പിന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിലേക്ക് ഞാൻ കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാത്രി. അതിലേക്കൊരു സവോള കട്ട് ചെയ്തിട്ടു. പിന്നെ കടലയൊക്കെ കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. പിന്നെ ചോറിന് ഇന്ന് കറി ഉണ്ടാക്കുന്നത് ആ ചീരയാണ്. ചീരയും പരിപ്പും കൂടെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ചീര. ചന്തയെന്നല്ല, പുക്കുടും മടങ്ങാടിയിൽ നിന്ന്. അപ്പോൾ ചീരയൊക്കെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. പരിപ്പും പച്ചമുളകും കൂടെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീനുണ്ട്. ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയിട്ടുള്ള മീനാണ്. ഇന്നലെ കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. വത്തൽ മീനാണ്. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിപ്പിന് അധികം വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും വെച്ചില്ല, ഈ ഒരു പാനിൽ തന്നെ വെച്ച് പെട്ടെന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടുന്ന പരിപ്പാണ്. പരിപ്പ് 2-3 വിധം ഉണ്ടല്ലോ, ചില പരിപ്പ് വേവന്നല്ല. അപ്പോൾ അത് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ എന്താ പറയുക 5 മിനിറ്റ് പോലും എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, ഉപ്പ് ഇട്ടെടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചീര ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് തേങ്ങ അരക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മസാല ഒന്നും ചേർക്കണില്ല. ജസ്റ്റ് നമ്മൾ പരിപ്പിൻ്റെ കൂടെ പച്ചമുളകും കയറിയിട്ട് ഉപ്പിട്ട് വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ ചീര അരിഞ്ഞ് ചേർക്കണം. ഇനിയിപ്പോൾ ചീര ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കും. ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു താളിപ്പ് പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ മീൻ വറുത്തത് വേണമെന്ന് മാത്രം. അപ്പോൾ അതാ ചീരക്കറിയൊക്കെ അവിടെ ആയതുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നമ്മളെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഈ പാലിൽ നമ്മൾ കടലക്കറി ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇനി വറവിടാൻ വേണ്ടിയിട്ട് പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്പൈസസൊക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്കാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു എണ്ണയിലേക്കാണ് മസാല ഇട്ട് കൊടുക്കണേ. നേരത്തെ കടല വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും വലിയൊരു സവോളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കും, മുളക് പൊടി ചേർക്കും, മല്ലിപ്പൊടി ചേർക്കും. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ട് പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കടലക്കറിയിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുറത്ത് ചീരയും പരിപ്പും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീര ഇട്ടതിന് ശേഷം ഒരുപാട് സമയമൊന്നും പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏകദേശം അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറൊന്ന് തുറക്കട്ടെ. എന്താ പറയുക, കുക്കറിലെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടി വേണ്ടി ചേർത്ത് കൊടുത്താൽ, വറവിട്ടതൊക്കെ ചേർത്ത് കൊടുത്താൽ കടലക്കറി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. എന്നാൽ ചെറുപയറോ അല്ലെങ്കിൽ മമ്പയറോ അതൊന്നും അത്ര വലിയൊരു ഇഷ്ടമല്ല, കഴിക്കും. പക്ഷേ അതിനേക്കാളും പയർ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ പാനിൽ തന്നെ അതിൻ്റെ ഉൾവശം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ചീരയും പരിപ്പും അതൊന്ന് താളിച്ചൊഴിക്കട്ടെ. താളിച്ചൊഴിക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ അതിലേക്ക് ചെറുവള്ളിയൊക്കെ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ ഞാൻ നമ്മുടെ മീനുണ്ടല്ലോ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, ഓരോന്നിനും ഓരോ പാത്രം എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ നമുക്ക് എന്താ പറയുക ലാഭിക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഈ കഴുകണത് ഇങ്ങനെ അല്ലേ, വേറെ പാത്രം എടുക്കണ്ടല്ലോ. അപ്പോൾ ആ മീനൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര മതി ഇന്ന് കഴിക്കാൻ. ഇത് നമുക്ക് 2 നേരത്തിനുണ്ടാവും. ഉച്ചയ്ക്ക് എടുക്കാനും ഉണ്ടാവും, രാത്രി എടുക്കാനും ഉണ്ടാവും. ഇത് വത്തൽ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനും കൂടെ ഫ്രൈ ചെയ്താൽ അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് ഞാൻ എന്താ പറയുക പുട്ടുണ്ടാക്കുക. കാരണം അത് കഴിക്കാൻ എല്ലാവരും എണീറ്റ് വന്നിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മീൻ വറുത്തതുമായി, കടലക്കറിയായി, ചീരയും പരിപ്പുമായി, കുറച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെയാണ് കഴിഞ്ഞിട്ടാണ് പുട്ടൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി. വേണമെന്നുള്ളവർക്ക് ഇഡ്ഡലിയും കഴിക്കാം, പുട്ട് വേണ്ടവർക്ക് പുട്ടും കഴിക്കാം. അങ്ങനെ അപ്പോൾ മേശപ്പുറത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നല്ല ചൂട്, ഇഡ്ഡലി ലാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. പുട്ട് ഞാനൊരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ഒരു 5-6 തന്നെ ഉള്ളൂ. ഒരു തട്ടിന് ഒഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസം തന്നെയായിരുന്നു. പക്ഷെ ഇന്നെല്ലാം നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. കാരണം കിച്ചുമോളെയും കൊണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. ഒരു ഡാൻസിൻ്റെ ഒരു നമുക്ക് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് രാവിലത്തെ കുക്കിങ്ങും ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ നേരത്തെ ഒരുക്കി വെച്ചത്. എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോകാൻ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ വാണിയമ്പലം പാറയമ്മയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസം മുന്നേ കിച്ചുമോൾ ഡാൻസൊക്കെ പഠിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോസ്റ്റ്യൂംസ് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല, നമ്മളിട്ട ഡ്രസ്സിൽ തന്നെ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു എന്താ പറയുക, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സമയം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഇതായി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചു ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നതും. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചുമോളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നല്ല വെയിലാട്ടോ ഇവിടെ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. പക്ഷെ എന്നാലും കാറ്റുള്ളത് കൊണ്ട് അത്ര വലിയ വെയിലുണ്ടെന്ന് അറിയണില്ല കേട്ടോ ഗൈസ്. കാറ്റുള്ളത് കൊണ്ട് വലിയൊരു ചൂട് അങ്ങോട്ട് അറിയണില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പോവാണ്. അങ്ങനെ വീട്ടിൽ നമ്മൾ എന്താ പറയുക, വാണിയമ്പലം പാറയിലൊക്കെ പോയി കുറച്ച് നേരം കിച്ചുമോൾ ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വീട്ടിൽ വന്നു, ചോറൊക്കെ ഉണ്ടോ, കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ അരച്ച് വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അപ്പോൾ ചായക്ക് അതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയാലോ. കട്ടൻ ചായയുടെ കൂടെ തന്നെ പാലപ്പം ഉണ്ടാക്കണം. രാവിലത്തെ കടലക്കറിയിൽ കുറച്ചിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങളുടെ ചായ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. അപ്പോൾ കിച്ചുമോള് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഞാനൊന്ന് മുകളിൽ കൊണ്ടുപോയിട്ട് തുണികളൊക്കെ ഒന്ന് തോരട്ടിട്ട് വരാം. അപ്പോൾ ഇതായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.